ഹായ് വ്യൂവേഴ്സ്, RJ തേരാവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഒരു ശനിയാഴ്ച ദിവസം വൈകുന്നേരമാണ്. ഞങ്ങൾ മൂന്ന് പേരും കൂടെ പുറത്തോട്ട് പോകാൻ തുടങ്ങുക. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. ഞായറാഴ്ച നമുക്ക് പുറത്തധികം പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് സാറ്റർഡേ പോയിട്ട് വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ്. ഇപ്പോൾ ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട്, ഇരുട്ടും ആവുന്നുണ്ട്. ഇപ്പോൾ സമയം 7:30 ട്യൂഷൻ കഴിഞ്ഞ് പിള്ളേരൊക്കെ പോയതേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോകുന്നതൊക്കെ കാണാം. ഞങ്ങൾ റോഡിൽ കൂടി ഇങ്ങനെ നടക്കുവാണ്. അങ്ങനെ നമ്മൾ പുറത്ത് പോകാൻ ഇറങ്ങി. ശനിയാഴ്ച പോയി സാധനങ്ങളൊക്കെ ഉണ്ട്, അത് വാങ്ങിക്കാൻ പോയാൽ പിന്നെ ഞായറാഴ്ച നമുക്ക് പുറത്തൊന്നും പോകാതെ റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് രാത്രി ആയാലും പോകാമെന്ന് വെച്ചത്. പിന്നെ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അവർക്ക് വിശക്കുന്നെന്ന്. പിന്നെ നമ്മളെ കൂട്ടം ഇങ്ങനെ വടകളൊന്നും വാങ്ങിച്ച് കഴിക്കാൻ കടയില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ സ്വീറ്റ് ഷോപ്പിൽ കയറി. തന്നെ കുറച്ച് മിഠായി വാങ്ങിക്കണമെന്ന് വെച്ചാണ് പോയത്. കാരണം ഇത് സാറ്റർഡേയിലെ വീഡിയോ ആണ്. അടുത്ത സൺഡേ എന്ന് പറയുന്ന അവരുടെ പിറന്നാളായിരുന്നു. അപ്പോൾ കുറച്ച് മിഠായി വാങ്ങിക്കണമെന്ന് വിചാരിച്ചായിരുന്നു പോയത്. അങ്ങനെ നമ്മളൊരു സ്വീറ്റ് ഷോപ്പിൽ കയറി കുറച്ച് ആദ്യം രസ്മലായി കഴിച്ചു. അവിടെ തന്നെ ആദ്യം വിചാരിച്ചു പാഴ്സൽ വാങ്ങിയിട്ട് വീട്ടിൽ വന്ന് കഴിക്കാമെന്ന്. പിന്നെ വിചാരിച്ചു ഒരുപാട് സമയം എടുക്കും, അപ്പോഴത്തേക്ക് അതിൻ്റെ തണുപ്പൊക്കെ പോകും എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ അന്നേരം തന്നെ അവിടെ വെച്ച് വാങ്ങിച്ച് കഴിച്ച്. പിന്നെ കുറച്ച് മിഠായിയും കൂടെ പാക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടുന്ന് പിന്നെ നേരെ നമ്മൾ പോയത് ചെന്നൈ മാളിലോട്ടായിരുന്നു, നമ്മുടെ ഇവിടുത്തെ മലയാളിക്കട. നേരത്തെ കുറേ വീഡിയോകളൊക്കെ അതിനകത്തൊക്കെ ഇട്ടിട്ടുണ്ട് ചെന്നൈ മാളിനെ കുറിച്ചുള്ളത്. അപ്പം നമ്മുടെ നാട്ടിലെ സാധനങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും. ഉപ്പേരിയും ചക്കവറ്റലും ചമ്മന്തിപ്പൊടി സംഭവങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. കുറച്ച് വില കൂടുതലാണെന്നേ ഉള്ളൂ, എന്നാൽ അത്യാവശ്യത്തിന് നമുക്ക് സാധനങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നപ്പം ഹസ്ബൻഡ് ഫോൺ ചെയ്തായിരുന്നു. അങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്ത് കാര്യം പറഞ്ഞ്. സമയം ഒത്തിരിയായി. ഇനി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുള്ളൂ. ഒരുപാട് വാങ്ങിച്ചാൽ എടുത്തുകൊണ്ട് പോകാൻ പാടാണ്. അത്യാവശ്യമുള്ളത് വാഴയില അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ, പിറന്നാളല്ലേ സദ്യ ഒരുക്കണ്ടേന്ന് വെച്ചിട്ട്. അപ്പം അങ്ങനെ പിന്നെ നമ്മൾ വേറൊരു കടയിൽ കയറി. അവർക്ക് തുണി കഴുകുന്ന ബ്രഷ് വാങ്ങിക്കണമായിരുന്നു, അവരുടെ യൂണിഫോം കഴുകാൻ വൈറ്റ് ഷർട്ട് കഴുകുന്ന ബ്രഷ് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ കയറിയതാണ്. അങ്ങനെ കയറി ഇറങ്ങി കണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്നും രണ്ടുമൊക്കെ നുള്ളിപ്പറക്കി എടുക്കും. അങ്ങനെ ഇഡ്ഡലിപ്പാത്രം കണ്ടു, ഇവിടുത്തെ ഇഡ്ഡലിപ്പാത്രമാണ് ഈ ഇരിക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി. പിന്നെ കുറച്ച് പച്ചക്കറിയായിട്ടല്ല, കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കണമായിരുന്നു. ഫ്രൂട്ട്സ് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ. പിന്നെ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് നടക്കുവാണ്. ഇവിടെ പിന്നെ നമുക്ക് രാത്രി 9 മണി വരെയൊക്കെ വേണമെങ്കിലും പുറത്ത് പോയിട്ട് ഒറ്റയ്ക്ക് വരാൻ, കുഴപ്പമില്ല, ആരും ഒന്നും പറയത്തൊന്നുമില്ല. പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിൽ എനിക്ക് 7 മണി കഴിഞ്ഞാൽ പോലും ഒറ്റയ്ക്ക് നമ്മളിങ്ങനെ പുറത്ത് പോയിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല. ഇവിടെ പിള്ളേരുടെ കൂടെ കാരണം എല്ലായിടും അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നവരാണ് ഈ സമയം വരെ. ഇപ്പോൾ ഒരു 10 മണി വരെയൊക്കെ പുറത്ത് ഇതുപോലെ റോഡുകളിൽ ആൾക്കാർ കാണും. അതുകൊണ്ട് പേടിയില്ല, ആൾക്കാരെ പേടിക്കണ്ട. പിന്നെ പട്ടിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പേടിച്ചാൽ മതി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇപ്പോൾ സമയം 8:45. സമൂസ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി സമൂസ കഴിക്കണം. ഇതായിരുന്നു നമ്മൾ വാങ്ങിച്ച ലഡുവും പിന്നെ ഇതിൻ്റെ 3 പീസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ലഡു വാങ്ങിച്ചു, പിന്നെ സമൂസ വാങ്ങിച്ചായിരുന്നു. പിന്നെ നമുക്ക് കഴിക്കാതെ വെച്ചിട്ട് അങ്ങനെ സമൂസയും വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ. നല്ല ചൂട് സമൂസയായിരുന്നു. നമ്മളങ്ങോട്ട് ചെന്നപ്പോൾ വറുത്ത് പോകുന്നതേ ഉള്ളായിരുന്നു. പിന്നെ നമ്മളവിടെ നിന്ന് രസമലായി ഒക്കെ കഴിച്ച് വന്നത്. കൈ കഴുകണമല്ലോ. അവർ സമൂസയൊന്നും മൊത്തം കഴിച്ചില്ല, കുറച്ചേ കഴിച്ചുള്ളൂ. പിന്നെ റൊട്ടി ഉണ്ടാക്കി കൊടുത്തു. അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.